24 മില്യൺ മലയാളി ക്ലബിന് ചെന്നൈയിലും മികച്ച പ്രതികരണം. ഇത്തരം കൂട്ടായ്മകൾ മികച്ചതെന്നും പരസ്പരം സഹായങ്ങൾ നൽകാൻ MMC ആപ്ലിക്കേഷനിലൂടെ സാധിക്കുമെന്നുമാണ് ഭൂരിപക്ഷ അഭിപ്രായം. ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അപ്പോൾ നമ്മുടെ MMC ഇങ്ങനെ ധാരാളം ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് എല്ലാവരും തന്നെ രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ്. നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത് ചെന്നൈയിലെ തന്നെ IT മേഖലയിൽ, ഇലക്ട്രോണിക്സ് മേഖലയിൽ, ഫിനാൻസ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളാണ്. അപ്പോൾ അവർ ഈ നമ്മുടെ ആപ്ലിക്കേഷൻ എന്തായാലും അവരൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ളതെന്ന് നോക്കാം. ആപ്ലിക്കേഷനെ കുറിച്ച് പൊതുവെ എന്തായാലും നല്ല അഭിപ്രായമാണ്, പക്ഷേ ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയുണ്ട് ആപ്ലിക്കേഷൻ? അതിലിപ്പം നമുക്കിപ്പം ഒരുപാട് സർവേകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടല്ലോ നമ്മൾ ആപ്ലിക്കേഷനകത്ത്. ഇതിലിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൽ ക്യാമ്പയിനായിട്ട് കാണുന്നത് അപ്ലൈ ഫോർ ഹൗസ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ വീടില്ലാത്തവർക്ക് റിക്വസ്റ്റ് ചെയ്തിട്ട് വീട് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ സപ്പോർട്ട് ഉണ്ട്. ഇത് വളരെ മികച്ച ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കാണുന്നത്? ഇതിൽ എനിക്കിപ്പം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ചതായിട്ട് കണ്ടതൊക്കെ ഇതിൽ ആഡ് ഫ്രീ ആയിട്ട് നമ്മൾ 24 ലൈവ് സ്ട്രീം നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. നല്ല മികച്ചതായിട്ട് ഒരു ആപ്പായിട്ടൊക്കെയാണ് കണ്ടേക്കുന്നത്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ അപ്ഡേഷനെ കുറിച്ച് IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പല അപ്ഡേഷൻസും അതിനെക്കുറിച്ച് പറയാനുണ്ടാവും. എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുത്തേണ്ടത്? അപ്ഡേഷൻസ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഇതിലുള്ള ഒരു സെറ്റപ്പ് എങ്ങനെ വന്നിരിക്കുന്നത് വെച്ചാൽ, അതായത് ഇപ്പോൾ ഒരു യൂസർ ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ കേരളത്തിലുള്ള 14 ഡിസ്ട്രിക്റ്റ് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ കേരളത്തിനകത്ത് മാത്രമേ ഇതിന് ഇൻ്റർ കണക്ഷൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതായത് ഇപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ ചെന്നൈയിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചെന്നൈയിലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഈ ആപ്പ് മുഖേന നമുക്ക് പറ്റില്ല. കാരണം ഞാനിപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞാൻ മലപ്പുറത്താണ്. അപ്പോൾ മലപ്പുറമാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത്. ചെന്നൈ എന്നുള്ളൊരു ലൊക്കേഷൻ ഓപ്ഷൻ നമുക്കില്ല. അപ്പോൾ ചെന്നൈ എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ ഓപ്ഷൻ നമുക്കിതിൽ കൊടുക്കാൻ പറ്റും വെച്ചാൽ, അതായത് ഇപ്പോൾ ചെന്നൈയിലുള്ള മലയാളീസ് ആരൊക്കെയാണോ അവർക്ക് തമ്മിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതൊരു അപ്ഡേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് കൂടുതൽ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ട്, എന്തൊക്കെ പരിമിതികൾ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഓവറോൾ എങ്ങനെയുണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ? എന്തൊക്കെ ഇനിയിപ്പോൾ ആഡ് ഓൺ ചെയ്യണം? ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഒരു അപ്ഡേഷൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ചെന്നൈയിലുള്ളതാണ്. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 14 ജില്ലകളേ ഉള്ളൂ. നമുക്ക് ചെന്നൈ, അതുപോലെ ബാംഗ്ലൂർ, അങ്ങനെ എന്തെങ്കിലും ആ ഒരു സെക്ടറിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് യൂത്ത് ഒരു കോർഡിനേഷൻ ഇല്ലാതെ നിൽക്കുക. ചെന്നൈയിൽ പുതിയ കുറച്ച് സംഘടനകൾ വരും. ഇപ്പോൾ ഞങ്ങളൊരു ചെന്നൈ മലയാളീസ് എന്നൊരു ഫേസ്ബുക്ക് പേജുണ്ട്, അവിടെയുണ്ട് കുറച്ച് യൂത്ത്. പക്ഷേ അതല്ലാതെ ഇപ്പോൾ ഇവിടെ സംഘടനകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂത്ത് അതിലേക്ക് വരുന്നില്ല. യൂത്തിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ചെന്നൈയിൽ നിന്നുകൊണ്ട് ഇവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്കിപ്പോൾ ഇവിടെ ഇല്ല. സത്യത്തിൽ ചെറിയ സഞ്ചാരി പോലുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, എങ്കിൽ തന്നെ ഒരു പരിമിതിയുണ്ട്. അപ്പോൾ അത് ഇതിലൂടെ ഓവർകം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. പിന്നെ ഒരു മെയിൻ കാര്യം, ഇപ്പോൾ ഇങ്ങനത്തെ എന്ത് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്താലും അതിനകത്ത് ഇപ്പോൾ ചെന്നൈ അല്ലെങ്കിൽ ആലപ്പുഴ, ഞാൻ ആലപ്പുഴയിൽ ഇപ്പോൾ ജസ്റ്റ് കയറി നോക്കിയപ്പോൾ അതിനേക്ക് അനാവശ്യമായിട്ട് കുറേ പോസ്റ്റുകൾ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്. പക്ഷേ ഇതൊന്നും അല്ല നമുക്കിൻ്റെ ആവശ്യം. എന്ത് സ്റ്റാർട്ട് ചെയ്താലും അതിനകത്തൊരു നന്മയുണ്ട്. ചുമ്മാ ഒരാളുടെ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ആവശ്യമില്ല. 14 ജില്ലകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് പുറത്തേക്ക് കൂടി എത്തിക്കണം. ചെന്നൈ, ബാംഗ്ലൂർ ഇതുപോലുള്ള മറ്റ് മെട്രോ നഗരങ്ങളിലൊക്കെ ഉള്ള മലയാളികൾക്ക് കൂടി ആ ഒരു മേഖലയിൽ നിന്ന് തന്നെ അതിൽ പങ്കാളികളാവാനുള്ള ഒരു കാര്യം വേണം എന്നൊക്കെയാണ് എന്തായാലും പറയുന്നത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്നു MMC ആപ്ലിക്കേഷൻ. അത് എല്ലാ മേഖലകളിലും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ചെന്നൈയിൽ നിന്ന് ശ്രീകാന്ത് ഗൗരീശപ്പെട്ടതിനൊപ്പം മനേഷ് മൂർത്തി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.